രാജാവിൻ്റെ ഭാവം, യോദ്ധാവിൻ്റെ സ്വഭാവം, വിദേശികളെ പോലും വിറപ്പിക്കുന്ന പോരാട്ട വീര്യം. ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്നല്ലേ? കണ്ടോളൂ. ഇതാണ് നളൻ. തമിഴ്നാട് വിരുദനഗർ ജില്ലയിലെ രാജപാളയമാണ് സ്വദേശം. പക്ഷെ 2.5 വർഷമായി മലയാളിയാണ്. തനി തിരുവനന്തപുരത്തുകാരൻ. പരിശീലകനും ഉടമയുമായ അരുണിന്റെ സന്തത സഹചാരിയാണ്. അരുണിന്റെ ഓരോ നോട്ടവും വാക്കും അറിയാം നളന്. രാജ്യാന്തര ചലച്ചിത്രോത്സവം നടക്കുന്ന ന്യൂ തിയേറ്ററിലെത്തിയപ്പോൾ പലരും അമ്പരന്നു. ഒരു നായ എന്താ ഇവിടെ? എന്നാൽ ഓ ബേബി സിനിമയുടെ പ്രദർശനം കഴിഞ്ഞതോടെ നളൻ സൂപ്പർ സ്റ്റാറായി. ഫോട്ടോ എടുക്കാൻ തിക്കും തിരക്കുമായി ബഹളമായി. റഷ്യയിൽ നിന്നെത്തിയ നിക്കോളായും നളനെ കാണാനെത്തി. The film, which is Oh Baby, the star of the Oh Baby is I can hug right now. ചിത്രീകരണ സമയത്ത് കുറെ കുഴപ്പിച്ചെങ്കിലും സംവിധായകനും അഭിമാനമാണ് നളൻ. ഞങ്ങൾ നായാന്നൊന്നും വിളിക്കാറില്ല, ഞങ്ങൾ വെള്ളയൻ എന്നാണ് വിളിക്കുന്നത്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജസ്, പുള്ളിയുടെ എക്സ്പ്രഷൻസ് എല്ലാം മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്നത് പോലെ തന്നെ വളരെ പെർഫെക്റ്റാണ് പുള്ളിയുടെ പെർഫോമൻസസ് ഉണ്ടായിരുന്നത്. ഈ അടവുകളെല്ലാം നളനെ പഠിപ്പിച്ചത് അരുണാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ റൂമിലാണ് കിടക്കുന്നതും കാര്യങ്ങളും. അപ്പോൾ തലേ ദിവസമേ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പഠിപ്പിക്കാം, ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യിപ്പിക്കാം എന്നുള്ള ആലോചനയും ഇവന് ഫുഡ് കൊടുക്കുന്ന സമയവും എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ചലച്ചിത്രോത്സവത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു താരം സിനിമ കാണാൻ എത്തുന്നത്. ആ ചരിത്രം ഇനി 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയോടൊപ്പം. സൂര്യയുടെ ബിഗ് ബജറ്റ് ചിത്രം കങ്കുവയിലൂടെ തമിഴിലേക്കും ചേക്കേറാൻ തയ്യാറെടുക്കുകയാണ് നളൻ. ചലച്ചിത്രമേള സിനിമകളുടെ മാത്രം പ്രദർശനവേദിയല്ല. ഇവിടെ അഭിനേതാക്കൾക്കും സിനിമാ പ്രേമികൾക്കും കാഴ്ചക്കാർക്കും കലാകാരന്മാർക്കും നമ്മുടെ നളനും പ്രത്യേക ഇടമുണ്ട്. അതാണ് നമ്മുടെ ചലച്ചിത്രമേളയെ വ്യത്യസ്തമാക്കുന്നത്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.